അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പം ഞാൻ അയച്ചത് ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എലക്ഷൻ കഴിഞ്ഞു, ആഘോഷങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഘോഷത്തിൻ്റെ ഭാഗമായി പടക്കം പൊട്ടിക്കൽ സ്വാഭാവികമാണല്ലോ. ആ പടക്കം പൊട്ടിച്ചപ്പോൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന കടലാസുകൾ, അതിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പറയാനാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഏറ്റവും ബഹുമാനിക്കേണ്ട സംഗതിയായ പരിശുദ്ധ ഖുർആനെ ഈ ഒരു പരുവത്തിൽ നിന്ദിക്കപ്പെടുകയാണല്ലോ. ഇതിലൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട്. സത്യത്തിൽ ആ പടക്കം വാങ്ങിയവരോ അല്ലെങ്കിൽ ആ കടക്കാരോ ഒന്നും ഉത്തരവാദികൾ ആയിരിക്കൂല. പക്ഷെ എവിടെ നിന്നാണ് ഈ ഖുർആനിൻ്റെ ലിപികൾ അവർക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ വീടുകളിൽ പഴയ മുസ്ഹഫ് ഉണ്ടാകും. അത് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കുകയാണ്. ശുദ്ധ ഖുർആനിനോടുള്ള ബഹുമാനം വളർന്നു വരുന്ന സമൂഹത്തിന് കുറഞ്ഞു വരികയാണ്. മദ്രസയിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ അവർ ഇൽമ എഴുതുന്ന, വിജ്ഞാനങ്ങൾ എഴുതുന്ന നോട്ട് ബുക്കുകളോടുള്ള ബഹുമാനം, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കിതാബുകളോടുള്ള ബഹുമാനമൊക്കെ കുറഞ്ഞു വരിക. ഒരു ആചാരം എന്ന നിലക്ക് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ പോകുന്നത്. അതുപോലെ വീടുകളിലുള്ള പഴയ മുസാഫുകൾ കൊണ്ടു കൊടുക്കുകയാണ്. അവർക്കിപ്പോൾ എന്താണ്, ചില ആളുകൾ ഖുർആനെ ഇകഴ്ത്തുക എന്ന നിലക്കും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താ പരിശുദ്ധ ഖുർആൻ, അതിനെ എന്തുമാത്രം ബഹുമാനിക്കണം. ഒരു കടലാസിൽ അല്ലാഹ് എന്ന് എഴുതിയ ഒരു കടലാസ്, അത് ആളുകൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം ശ്രദ്ധയിൽപ്പെട്ട ഒരു മഹാൻ അത് എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനെ ആദരിച്ച ഒരൊറ്റ കാരണത്താൽ ആ മനുഷ്യൻ നന്നായി എന്നതല്ലേ ചരിത്രം. അപ്പം ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈമാനുള്ളവരുടെ മനസ്സ് പടപടച്ചു. നമ്മൾ ഖുർആൻ, എന്താണ് ഖുർആൻ, ആ ഖുർആനിൻ്റെ ബഹുമാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം.